പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് 6 കളർ പ്രിന്ററായ എപ്സൺ L810 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L810 ഡ്രൈവർ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഫസ്റ്റ് തന്നെ epson.co.in എന്ന എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കാണുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി വരും. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ചില സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏതാ വെർഷൻ എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇവിടെ ഒരു ഓപ്ഷൻ വരും, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടില്ലേ, അവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ വെർഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. കൺഫ്യൂഷൻ വേണ്ട. ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ OS വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി കഴിഞ്ഞാൽ താഴെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡ്രൈവേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമുക്ക് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് കാണാം. താഴെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. യെസ്, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എഗ്രി എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് USB കേബിൾ അല്ലെങ്കിൽ നമ്മൾ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ആ സമയത്ത് മാത്രമേ കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യണം USB കേബിൾ. യെസ്, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് വരുന്ന പ്രിൻ്ററാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതല്ല, ഞാനിപ്പോൾ വീഡിയോയിൽ ഇവിടെ USB കണക്ഷൻ വഴിയുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ USB താഴെ കാണുന്ന USB സെലക്ട് ചെയ്യുക. USB സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഈ സമയത്ത് മാത്രം പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ USB കേബിൾ വഴി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രിൻ്റർ ഡിറ്റക്റ്റഡ് എന്നുള്ളത് ഒരു മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും. വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ സക്സസ്ഫുള്ളി ഇതേപോലെ ഒരു മെസ്സേജ് വരുന്നതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയി എന്നുള്ളതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്ക് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേരെല്ലാം ഉള്ളൊരു ലിസ്റ്റ് കാണിക്കുന്നതാണ്. എൻ്റെ സിസ്റ്റത്തിൽ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ലിസ്റ്റ് ഉണ്ടാവും. കണ്ടില്ലേ? ഇത് കാര്യമാക്കേണ്ട, നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. മുകളിൽ ഡിവൈസസ് ആണ് അവിടെയാണ് ഡിറ്റക്റ്റ് ചെയ്തതായി കാണിക്കുന്നത്. അതുപോലെ താഴെ പ്രിൻറ്റേഴ്സ് എന്ന ലിസ്റ്റിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് വരുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം.
യെസ്, ഇവിടെ പ്രിൻറ്റേഴ്സ് എന്ന ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു ടെസ്റ്റ് പേജ് കൊടുത്ത് നോക്കിയാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. പ്രിൻ്റർ പ്രോപ്പർട്ടീസിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് പാസ് ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക, ഈ മോഡൽ പ്രിൻ്റർ ഗ്ലോസി പേപ്പർ മാത്രം പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻ്ററാണ്. അതുകൊണ്ട് തന്നെ പ്ലെയിൻ പേപ്പർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഞാനിപ്പോൾ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ പ്ലെയിൻ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മളെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. പ്രിൻറ്റ് ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.